എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടൊരു ലൈവ് പോവാം. ഹലോ, ഹായ്, നമസ്കാരം. ഇണക്കുരുവികൾ എന്ന എൻ്റെ മോട്ടിവേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി ലൈവ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഓരോ മെസ്സേജ് ആയിട്ട് വായിക്കാം. മുത്തു കോർക്കാൻ നൂല് തരുമോ? തരാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സാബു ആണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത് ഇന്നലെ? സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്നല്ലേ പറഞ്ഞു നിർത്തിയേ? അതിനർത്ഥം ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും നല്ല പൊരുത്തത്തോടെ പോകണം അല്ലേ? ദേ വേറൊരു മെസ്സേജ്. എണീറ്റ് പോടി. ഏതോ ഭക്തനാന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഭാര്യമാരോടാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൺതടങ്ങളിൽ എത്ര കറുപ്പുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ? ചിന്തിക്കാനുള്ള സമയം താടി കാലമാടാം. അത് ഞാൻ ചിന്തിക്കാൻ മറന്നുപോയി കേട്ടോ. വേറെ മെസ്സേജ് വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് അടച്ചു വെക്കുന്നതാ. ഹലോ 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 ഹലോ. ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഉള്ളുന്നാന്ന് വിചാരിച്ചു. നമസ്കാരം. 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 ഇരിക്കൂട്ടോ. ഞാൻ ഇരുന്നല്ലോ. അല്ല, സാധാരണ ഞങ്ങളിവിടെ വരുമ്പോ ഞാൻ പറയും ഇരിക്കൂന്ന്. സാർ അതിനു മുമ്പേ ചാടി കയറി അങ്ങ് ഇരുന്നു. പിന്നെ ഇരിക്കൂട്ടോന്ന് എനിക്ക് പറയാതിരിക്കാനും വയ്യ. ശീലായി പോയേ. ഇരിക്കൂട്ടോ. എന്താ പ്രശ്നം? ചായ കുടിച്ചോ? അതാണ് എന്റെ പ്രശ്നം. ചായ കുടിക്കുന്നതോ? അതല്ല, ചായ കുടിച്ചോന്ന് ചോദിക്കാൻ വേണ്ടി എനിക്കൊരു ഭാര്യയില്ല. അതാണ് എന്റെ പ്രശ്നം. ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്. അതല്ല, എന്റെ ഭാര്യ എന്നോട് ചായ കുടിക്കാൻ ചോദിക്കാറില്ല മേഡം. അവള് പിണങ്ങിപ്പോയി. ഈശ്വരാ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അനി. അനി. ഭാര്യയുടെ പേര്? വിനി. പേരിൽ തന്നെ എന്തൊരു പൊരുത്തം. പക്ഷേ വില്ലൻ അവനാ. ആര്? ഈഗോ. ഈ കഴിഞ്ഞിട്ടുള്ള ഗോ. അത് വലിയ കാര്യത്തിലുള്ള കാര്യം. അതിനാണല്ലോ എന്നെ പോലുള്ള മോട്ടിവേറ്റർ ഇവിടെ ഇരിക്കുന്നത്. സാബൂട്ടാ ചായ. ചായയുടെ റംബൂട്ടാൻ കഴിക്കാറില്ല. അയ്യോ, റംബൂട്ടാനല്ല, സാബൂട്ടൻ. സാബൂട്ടാ, ഉമ്മറത്തേക്ക് ഒരു ചായ. റെഡി. കുടിക്കൂ. ഞാൻ കുടിച്ചല്ലോ. സാധാരണ ഞാൻ കുടിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ വരുന്നവർ കുടിക്കുന്നത്. പക്ഷെ ഇതിപ്പോ ഞാൻ കുടിക്കൂ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ചാടി കയറി കുടിച്ചു. എന്നാലും എനിക്ക് കുടിക്കുമെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയാണ് കുടിക്കിട്ടോ. രണ്ടും കൂടെ ഒരച്ചില് വാർത്തതാണോ? ഞാനാണ് ഇദ്ദേഹത്തിന് വേണ്ട മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ളത്. അതൊരു വേലക്കാരായ അത്രയൊക്കെ ചെയ്യണം. അയ്യോ, വേലക്കാരനല്ല, ഇറ്റ്സ് മൈ ഹസ്ബൻഡ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള വേർതിരിവില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, ഒരു ഗിവ് ആൻഡ് ടേക്ക്. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് തുല്യതയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യാണെന്ന് വെക്കൂ. ഇദ്ദേഹം ഇവിടെ ഓഫീസിലിരുന്ന് മോട്ടിവേഷൻ കൊടുക്കും. നാളെ ഇദ്ദേഹം ഇവിടെ ഇരുന്ന് മോട്ടിവേഷൻ കൊടുത്തോണ്ടേയിരിക്കും. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യും. മനസ്സിലായോ? പക്ഷേ ഞായറാഴ്ച എന്നും പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ എന്നോട് ഇവള് പറയും, തുണി അലക്കണ്ട, അടുക്കളയിൽ കയറണ്ട, പിന്നെ ഈ വീട് മൊത്തം തുടച്ചു വൃത്തിയാക്കാൻ പറഞ്ഞു. എനിക്ക് വൃത്തിയുടെ കാര്യത്തിൽ ഞങ്ങള് ഭയങ്കര ഇതാണ്. ഇപ്പൊ എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? കിണയാണെന്ന് തോന്നുന്നു. അതെ, പുറത്തുനിന്ന് വരുന്നവർക്ക് തോന്നും ഞാനൊരു കിണയാണെന്ന്. പക്ഷേ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഇണകളാണല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? ഇണക്കുരുവികൾ. അയ്യോ, എന്താ നീ നോക്കുന്നേ? ഒരു മരം കൊത്തിക്കിളി അങ്ങോട്ട് പറന്നു പോയി. അയ്യോ, അതെ, ഇറ്റ്സ് മൈ ഹസ്ബൻഡ് കേട്ടോ. സത്യത്തിൽ അനിയുടെ പ്രശ്നം എന്താ? സത്യത്തിൽ ഞാനും ഭാര്യയായിട്ട് ഒന്നിച്ച് പോകുന്നില്ല. അതെന്താ? നിങ്ങൾ സ്കൂട്ടറിലും അവര് കാറിലും ആണോ പോണേ? ഇങ്ങനെ ഉണ്ടാക്കിയ ചോദ്യങ്ങൾ ചോദിക്കല്ലേ കുട്ടാ. അതാണോ അവര് ഉദ്ദേശിച്ചത്? അവര് തമ്മിൽ ഒന്നിച്ച് പോകുന്നില്ല എന്ന്. അതായത് ഞങ്ങൾ തമ്മിലൊരു സ്വരച്ചേർച്ച ഇല്ല. അതെന്താന്നറിയാമോ? ശൈലി മാറ്റണം. ഈ സ്റ്റൈൽ ഒന്നും കുഴപ്പം? അയ്യോ, സ്റ്റൈലല്ല, ശൈലി. ഓ, ശൈലി. ജീവിത ശൈലി മാറ്റണം. അതെ, എന്ന് വെച്ചാൽ ഈ ജീവിത ശൈലി രോഗങ്ങളില്ലേ, അത് മാറ്റണം. സാബൂട്ടാ, വളിച്ച തമാശകൾ പറയല്ലേ കുട്ടാ. ആവർത്തിക്കുന്നില്ല. അതാണോ ഞാൻ ഉദ്ദേശിച്ചത്? ജീവിത ശൈലി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അനി രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് ആദ്യം ഇങ്ങനെ കണ്ണ് തിരുമും. ശരി, കണ്ണ് തിരുമിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ കട്ടിലടിയിൽ നിന്ന് മുണ്ട് തപ്പിയെടുക്കും.
ഓക്കേ, അത് കഴിഞ്ഞിട്ട് കൊണ്ടൊടുക്കും. എന്നിട്ട് വാ കഴുകും. വാ മാത്രമല്ല ദേഹം മൊത്തം കഴുകണം, അല്ലേ നാറും. സാബൂട്ടാ, അതാണോ ഉദ്ദേശിച്ചത്? സത്യം പറഞ്ഞ എന്താണ്, വാട്ട് ഈസ് യുവർ ജോബ്? എന്റെ ജോലിയോ? ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ കോമ്പയർ ചെയ്യാൻ പോകും. അയ്യോ, പ്രോഗ്രാമിനൊക്കെ ബോംബെറിയാൻ പോയ കോമ്പയറിംഗ് എന്ന് പറഞ്ഞ അവതാരകൻ ടിവിയൊക്കെ ചെയ്യുന്നില്ല, ആങ്കറിങ്. ആ അതെ, അതിപ്പോ എല്ലാ ദിവസവും ഇല്ലല്ലോ. ഇല്ല. ബാക്കിയുള്ള ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കും. അയ്യോ, അങ്ങനെ വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരുന്ന ഡിപ്രഷൻ അടിക്കും. വലിയ കൂടിയ സാധനം അടിക്കാനുള്ള പൈസ നമ്മളെ ഇല്ല. ഞാൻ ചെറിയ ചാത്ത സാധനമൊക്കെ അടിക്കും. അയ്യോ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദം എന്നാണ് ഞാൻ വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയെ എന്ത് വിളിക്കും? തനിച്ചിരിക്കുമ്പോ ഞാൻ അവളെ വിളിക്കത്തേ ഇല്ല. വന്നു കഴിഞ്ഞാ സ്വസ്ഥത കാണുമല്ലോ. നമ്മൾ തനിച്ചിരിക്കണം എന്തിനാണ്? സ്വസ്ഥതയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ ഭാര്യ ആരെങ്കിലും വിളിക്കോ? അയ്യോ, അത് ശരിയാണല്ലേ. അത് ശരിയാണോ? എന്തിനാ ചിരിക്കുന്നത്? ശരിയല്ല. ശരിയല്ല. നിങ്ങൾ ഭാര്യയെ എപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. ചിന്തിക്കുന്ന എന്റെ ഭാര്യ അല്ലാതെ വേറെ ആരുടെങ്കിലും? എന്റെ ഭാര്യയെ ചുംബിച്ച ഒരു ദിവസം, അന്നാണ് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കി അവള് നാട്ടുകാരെ വിളിച്ചു കൂട്ടി പോലീസിനെ അറിയിച്ച് എന്നെ വിട്ടിറങ്ങി പോയത്. സ്വന്തം ഭാര്യയെ ചുംബിച്ചാൽ ആരെങ്കിലും അങ്ങനെ പിണങ്ങി ഇറങ്ങുമോ? എന്നാ പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും പിണങ്ങണം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, സത്യമായിട്ടും ഞാൻ അവളെ ചുംബിച്ചപ്പോഴാണ് അവൾ എന്നെ വിട്ട് പിണങ്ങി പോയത്. അതെന്താണ്? അതായത് എനിക്ക് കൊറോണ വന്നപ്പോഴാണ് ഇവക്ക് കൊറോണ ഇല്ല. അങ്ങനെ ഇപ്പൊ സൂയിക്കണി പറഞ്ഞ് പിടിച്ചു ഒറ്റ പോലീസിനെ ഇറച്ചി ഹെൽത്തി നാളൊന്നും ആകെ വിഷയമായി. സ്നേഹമില്ല ഇവരുടെ മനസ്സിൽ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സ്നേഹം വരണം. സ്നേഹം വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹഗ് ചെയ്യണം. ഹഗ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓക്സിറ്റോക്സിൻ കൂടും, സകല പ്രശ്നങ്ങളും തീരും. ഉദാഹരണത്തിന്, അനിയൻ എന്നെ ഒന്ന് ഹഗ് ചെയ്യൂ. വരൂ വരൂ, ഹഗ് ചെയ്യൂ. ചെയ്യൂ, ഹഗ് ചെയ്യൂ. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരു ദിവസം 4 നേരം ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. അല്ലല്ല, എന്റെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും പോയി. മൈൻഡ് ഫ്രീ ആയി മേഡം. മേഡത്തിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എത്ര പേര് മേഡത്തിന്റെ മോട്ടിവേഷൻ കണ്ട് ജീവിതം നന്നായിട്ട് പോയിട്ട്. ഇവിടെ ഒന്നുമല്ല, എവിടെ അമ്മയാ വലിയ വിഷം. മോട്ടിവേഷൻ എല്ലാം തരുന്നത് പിന്നെ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഇവളെ പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കി മാറ്റിയത്. സത്യം പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് കിഡ്സ് പോലെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ചെറിയ കുട്ടികളുടെ കൂട്ടില്ലേ, എല്ലാം ഓപ്പൺ ആയി പറഞ്ഞ് ഒന്നും ഒളിച്ചു വെക്കാതെ അങ്ങനെ ആയിരിക്കണം. നോക്കൂ, എന്റെ സാബുവേട്ടനെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുക. അങ്ങനെയല്ല, ഒരു സ്പേസ്. ഞങ്ങൾ തമ്മിൽ സ്പേസ് ഇട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഞാനും ഇദ്ദേഹത്തെ പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കിയില്ലേ. സത്യം പറയാമല്ലോ, ഇവളെ എനിക്ക് കിട്ടാറില്ല, വിളിച്ചാ കിട്ടാറില്ല. അത്രയ്ക്ക് തിരക്കാക്കി വിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 20. 20 അര കിടന്ന് കളിച്ചതാ. അല്ല, സത്യമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം 20 വർഷങ്ങൾ ഞങ്ങൾക്ക് 20 ദിവസം പോലെയാ തോന്നുന്നത്. സത്യമായിട്ട് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാറേ ഇല്ല. 20 ദിവസമല്ല ആയിട്ടുള്ളൂ, 1 വർഷമെങ്കിലും വേണ്ടേ വെഡിങ് ആനിവേഴ്സറി? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത് മേഡം, ശരിക്കും നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു? ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ സാബേട്ടനായിട്ട്. എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അതൊക്കെ. പാട്ടൊക്കെ പാടും സാബേട്ടൻ, നൃത്തം ചെയ്യും സാബേട്ടൻ.
ഇത്രേ ഉള്ളൂ സാബ്. സത്യം പറയാനില്ല, ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇതാണ് വേണ്ടത്. അണപ്പാന്നോ? അണപ്പല്ല, നിങ്ങളെ ഈ ഒത്തൊരുമയുള്ള ഈ ജീവിതമാണ് എനിക്ക് സത്യമാണ് എനിക്ക് വേണ്ടത്. സത്യം, സീരിയസ്ലി? അതിനുവേണ്ടി ഇതുവരെ വരണം എന്നൊന്നുമില്ല. എന്റെ 40കളിലെ പ്രണയം വായിച്ചിട്ടുണ്ട്. 40-ലല്ല പ്രളയം, 2014 പ്രളയം. അയ്യോ, അതല്ല, എന്റെ 40കളുടെ പ്രണയം, ലവ് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. ആ, വായിക്കണം. അത് വായിച്ചാൽ നിങ്ങൾ ഭാര്യയോട് കുറച്ചും കൂടി അടുക്കും. ഞാൻ ആ ബുക്ക് എടുത്ത് തരാവേ. മോനു, ആ ബക്ക് നീ എവിടെയാടാ വെച്ചത്? ഇതൊരു കൊച്ചു പുസ്തകമാണല്ലോ. പക്ഷെ ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ശരി, ഒരിക്കൽ ഭാര്യയെ കൂട്ടി വരണം കേട്ടോ. തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. ശരി, അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കേ. അല്ല, ഈ ഇവിടെ എന്തെങ്കിലും ഇവിടെ എന്തോന്ന്? അതല്ല, ഞാനാണോ ഈ ദക്ഷിണ എന്തെങ്കിലും ദക്ഷിണേന്ത്യ സംഭാവന? ആരാ കല്യാണത്തിന്? അല്ല, ഈ ഫീസ് കൊടുക്കാം. അതല്ലേടാ പോങ്ങം കിഴങ്ങ ഞാൻ പറഞ്ഞു. മേഡം, ഇത് ഫീസ് അല്ല. അപ്പൊ കടമായിട്ട് തന്നതാണോ? അല്ലല്ല, ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടി ഇരിക്കട്ടെ. ഇത് നിങ്ങളുടെ സന്തോഷം, അപ്പൊ എന്റെ സന്തോഷം അതെനിക്ക് തന്നാ മതി. ആ, ശരിയാ. അല്ല, അപ്പൊ എന്റെ ഒരു സന്തോഷത്തിന് സന്തോഷം ഉണ്ടല്ലേ? അപ്പൊ ശരിയല്ല പറഞ്ഞോല. ഭാര്യയും കൊണ്ട് വരണേ. അയ്യോ, സാബൂട്ടാ, എന്തേ പൊന്നെ, നീ എന്നാടാ എന്നെ മോട്ടിവേഷൻ ചെയ്തത്? നീ എന്നാ എന്നെ മോട്ടിവേഷൻ ചെയ്തത്? എടി, നീ മോട്ടിവേഷൻ ക്ലാസ്സിന് പോണോന്ന് പറഞ്ഞപ്പോ നിനക്ക് വണ്ടിക്കൂലി തന്നെ ആരാണ്? എടോ, തന്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ട് ജോയിൻ ചെയ്തത്. എന്നിട്ട് അവിടുന്ന് ഞാൻ പ്രശസ്തിയായി കുറച്ചൊക്കെ കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ താൻ പിന്നെയും വന്നിരിക്കുന്നു. ആണുണ്ടോടോ തനിക്ക്? എടി, നിങ്ങൾക്കറിയാം, സത്യം പറഞ്ഞാൽ ഓരോന്നും പറയിപ്പിക്കരുത്. മിണ്ടരുത് നിങ്ങൾ, മിണ്ടരുത്. നിങ്ങൾക്കറിയാം, ഇവർക്ക് വരുന്ന കോളുകളെല്ലാം ഞാൻ ആൾക്കാരെ കൊണ്ട് ഞാൻ എന്റെ കള്ളത്തൊട്ടെ കൊണ്ട് വിളിപ്പിക്കുന്ന ശരിക്കും സത്യം. ഇതാണ് നടക്കുന്ന സത്യം. വേറൊരു കാര്യം നിങ്ങൾക്കറിയാവോ? കഴിഞ്ഞ 19 വർഷമായി എന്നെ കെട്ടിക്കൊണ്ടു വന്നിട്ട്. സത്യം, ഞാൻ കെട്ടിക്കൊണ്ടു വന്നെന്നു ഞാൻ വിഷമം കൊണ്ട് പറയുന്നതാണ്. ഒന്നും വിചാരിക്കും, അങ്ങനെ നെഞ്ചു പൊട്ടി പോകുന്നോണ്ട് പറയാണ്. എന്റെ പുറച്ചോത് കൂട്ടാ, ഞാൻ കള്ളം പറയുന്നതല്ല. എന്നെ കെട്ടിക്കൊണ്ടുവന്നു ആദ്യ രാത്രിയില് ഞാൻ പാലും കൊണ്ടകത്തൊരു കയറി ചെന്നപ്പോണ്ട് അവള് കാലുമേ കാലും കെട്ടിയിരിക്കുക. അത് പോട്ടെ, ഞാൻ മിണ്ടിയില്ല. ഇന്നേ അവർ അന്ന് ഒരു ദിവസമല്ലാതെ എന്റെ പുറച്ചോത് കൂട്ടാ സത്യം. എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ തള്ളം പറയത്തില്ല. അതിനകത്ത് ഇത് പൂട്ടിയിട്ടേക്കുന്നുണ്ടോ? അന്ന് കയറിയതാ. എന്നിട്ട് അവള് പറയുന്നത് എനിക്ക് സ്പേസ് തരുന്നുണ്ട്. എടോ, തനിക്ക് ഞാൻ അടുക്കളയിൽ സ്പേസ് തന്നില്ലടോ. ഞാൻ അത് തന്നെ തനിക്കുള്ള സ്പേസ്. പിന്നെ ഹഗ് ചെയ്താ തനിക്ക് ഹഗ് ചെയ്യണോ? അത്ര വലിയ കുഴപ്പം. ഹഗ് ചെയ്യാൻ പാടില്ല. എന്റെ യൂട്യൂബേഴ്സിനെ ഞാൻ ഹഗ് ചെയ്യാൻ പാടില്ലെന്ന്. എന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഹഗ് ചെയ്ത് എന്താ കുഴപ്പം? ആണുങ്ങളെ നീ ഇങ്ങനെ വന്നിട്ട് കെട്ടിപ്പിടിച്ചല്ലോടി. നിങ്ങൾ തോന്നിവാസം പറയരുത്. ഞാൻ അനിയ എന്ന് പറഞ്ഞിട്ടാ ഹഗ് ചെയ്തത്. അവന്റെ പേരെന്തുവാ? അനി. അനി. അപ്പൊ അനിയാന്നല്ല, ഹനി. അവനാണെങ്കിൽ പോവത്തല്ലോ. വേണ്ടാന്ന് പറഞ്ഞ ഞാൻ ചെരിപ്പൂരി ആണത്തോണ്ട കയറിയടി. ഞാനേ കുളിച്ചിട്ട് വരുമായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ. അപ്പൊ അനിയൻ എപ്പോ ഒന്ന് ചേച്ചിയുടെ 3ാമത്തെ തെറിക്ക് എത്തി ഇവിടെ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? ശരിക്കും എല്ലാം മക്കളെ, എന്നെ വിളിട്ട് കൊല്ലാകൊല്ലേ എറിഞ്ഞോണ്ടോ നടു തളർത്തി കളഞ്ഞു. എല്ലാരും ഉപദേശിക്കുന്നില്ല, നിങ്ങളല്ലേ പറഞ്ഞ ഹഗ് ചെയ്താ എല്ലാം ശരിയാവും. അയ്യ, ഹഗ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ഇതിനെ ഹഗ് ചെയ്യണേക്കാൾ നല്ലത് മുള്ളുമുറിക്ക ചെന്ന് കെട്ടിപ്പിടിക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ പറഞ്ഞ ഭാര്യ ചുംബിച്ചടിയും നന്നായിട്ട് പോകുന്നു? എവളെയോ ചുംബിക്കാനോ? തനിക്ക് എന്ത് യോഗ്യത ഉണ്ടോ എന്നെ ചുംബിക്കാൻ? ഇത്രയും സുന്ദരിയായ എന്നെ ചുംബിക്കാൻ അയാൾക്ക് എന്ത് യോഗ്യത ഉണ്ടോ? ഇയാൾ വന്നപ്പോ തന്നെ ചോദിച്ചതുണ്ടോ വേലക്കാരനാണോ? ആ യോഗ്യത ഉള്ളൂ തനിക്ക്. പിന്നെ ഞാൻ എന്തോ എന്റെ അമ്മ വിഷമാണെന്ന് പറഞ്ഞു ഇയാളെ. എന്റെ അമ്മ വിഷമാണത്രേ. നിങ്ങൾ ഈ ചാനൽ വരുന്നതാണ് ഇണക്കുരുവികൾ. ആ പേരങ്ങ് മാറ്റണം, എന്നിട്ട് പോര് കോഴി ഇടണം. ഇയാളെ എന്തോ വേണമെന്ന് പറ. എവളുടെ അമ്മയും എവളുടെ അച്ഛനും വിഷമായിട്ടല്ലേ ഇതുപോലൊരു വിഷത്തെ എന്റെ തലയെ കെട്ടി വെച്ചത്? ഞാൻ വിഷമാണോടോ? വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോ കടന്ന് തുള്ളു.
കൊട്ടാ മിക്കാറും ചരിഞ്ഞങ്ങ് വീഴും. തീർന്നു ചേട്ടാ. ചേട്ടാ ആശുപത്രി പോണ ചേട്ടാ. കേട്ടോ നീ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ചോദിച്ചില്ലേ രാവിലെ ഉണർന്നു കഴിഞ്ഞാ എന്ത് ചെയ്യുമെന്ന്? അതെ അപ്പൊ നീ എന്താ പറഞ്ഞേ? കണ്ണ് തിരുമെന്ന് പറഞ്ഞു. കണ്ണ് തിരുമല്ല ചെയ്യേണ്ടത്. രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ എടുത്ത് ഫിറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ കുടുംബത്ത് തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയ തരക്കേടില്ലാതെ കേടുപാടില്ലാതെ അങ്ങ് പോകും. ഇത് നിങ്ങളെല്ലാരും ഉപദേശിച്ചിട്ട് നിങ്ങളാണല്ലോ തമ്മിലടി. ഉപദേശിക്കാൻ ആർക്കും കഴിയുന്നേ, അത് നടപ്പിലാക്കാനാണ് വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മള് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ ശാന്തം, സുഖം, ശുഭം